ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചതവുകൾ മരണകാരണമല്ല. ലിവർ സിറോസിസും വൃക്കകളും മുഴകളും ഹൃദയധമനികളും 75% ബ്ലോക്കും ഉണ്ടായിരുന്നു. രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം പൂർണ്ണമായും വ്യക്തമാക്കൂ. സമാധിയിലൂടെ പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നും ഭക്തിമാർഗത്തിലൂടെയാണ് മുന്നോട്ടു പോയതെന്നും കുടുംബം പറയുന്നു. കുടുംബം പറഞ്ഞത് ശരിവയ്ക്കുന്നതാണ് ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടതുനെറ്റിയിലും മൂക്കിന്റെ ഭാഗത്തും വലതു ചെവിയുടെ പിൻഭാഗത്തായി തലയോട്ടിയിലും ചതവുണ്ട്. എന്നാൽ ഈ മുറിവുകൾ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുകയോ മരണകാരണമോ അല്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ലിവർ സിറോസിസും വൃക്കകളിൽ മുഴകളും ഹൃദയധമനികളിൽ 75% ബ്ലോക്കുകളും അൾസറും ഉൾപ്പെടെ ഗുരുതര അസുഖങ്ങൾ ഗോപൻ സ്വാമിക്കുണ്ടായിരുന്നു. യഥാർത്ഥ മരണകാരണം രാസപരിശോധനാ ഫലം പുറത്തുവന്നാൽ മാത്രമേ വ്യക്തമാവൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സമാധിയിലൂടെ പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നും ഭക്തിമാർഗത്തിലൂടെ മാത്രമാണ് മുന്നോട്ട് പോയതെന്നും കുടുംബം പറയുന്നു. നമ്മൾ ആദ്യം മുതലേ അച്ഛൻ സമാധിയായി എന്നത് സത്യം തന്നെയാണെന്നാണ് ഇപ്പം ബോധ്യമായത്. എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ട്. സമാധിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരിക്കലും നമ്മുടെ ഉപജീവന മാർഗം ഒരിക്കലും ആക്കത്തില്ല. അതായത് ഈ ക്ഷേത്രം ഭക്തി മാർഗത്തിലൂടെ പോകുന്നതാണ്. ഇത് ഭക്തി ഒരു വശം, നമ്മുടെ നിത്യ ഉപജീവനം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ എങ്ങനെയാണോ പശു വളർത്തി നമ്മുടെ ഉപജീവനം പോയത് അതുപോലെ ആയിരിക്കും പശു വളർത്തി തന്നെയാണ് നമ്മുടെ ഉപജീവനം കൊണ്ടുപോകുന്നത്. അതല്ല സമാധിയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് വരുമാനം എടുത്ത് ഉപജീവനം നടക്കാൻ ഒരിക്കലും നടക്കത്തില്ല. അത് താല്പര്യമില്ല. കുടുംബത്തിന് ഉപജീവന മാർഗത്തിനായി പശുക്കളെ വാങ്ങി നൽകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പ് നൽകിയതായും കുടുംബം പറഞ്ഞു. കഴിഞ്ഞ 16-ാം തീയതിയാണ് സമാധിയായ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കുടുംബത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഇടപെടലുകൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.